നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഗൾഫിലെങ്ങും ആഘോഷ ആരവങ്ങളാണ് കേൾക്കുവാൻ സാധിക്കുന്നത്. അർജന്റീന അട്ടിമറിച്ചുകൊണ്ടുള്ള സൗദിയുടെ വിജയം അങ്ങനെ UAE, ബഹ്റൈൻ, ഒമാൻ, സൗദി അറേബ്യ, ഖത്തർ ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങളെല്ലാം തന്നെ നെഞ്ചിലേറ്റി കഴിഞ്ഞു. ഇതിനോടൊപ്പം വിവിധ തരത്തിലുള്ള ആഘോഷ പരിപാടികളും വിജയാഘോഷങ്ങളുമാണ് പലയിടത്തും നടന്നു വരുന്നത്. പ്രത്യേകിച്ച് സൗദി അറേബ്യയിൽ ഇന്ന് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്നാൽ ഇത്തരത്തിലൊരു വിജയം കൈവരിച്ച സൗദി അറേബ്യൻ ടീമിനെ കാത്തിരിക്കുന്നതോ വമ്പൻ സമ്മാനങ്ങളാണ്. രാജകുടുംബത്തിന്റെ വക സർപ്രൈസുകളാണ് ഇവരെ കാത്തിരിക്കുന്നത്. അതായത് ഇക്കഴിഞ്ഞ 34 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ലോകകപ്പ് ഉയർത്തി ഫുട്ബോളിന്റെ മിശിഹായ്ക്ക് രാജകീയമായ യാത്രയപ്പ് ഒരുക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് അർജന്റീന ടീം ദോഹയിലേക്ക് വിമാനം കയറിയത്. എന്നാലോ ഖത്തറിലെ ലുസാലി സ്റ്റേഡിയത്തിൽ മെസ്സിയും സംഘവും ആദ്യ മത്സരത്തിന് ഇറങ്ങിയപ്പോൾ ഇന്ന് കേരളത്തിലടക്കമുള്ള ലക്ഷക്കണക്കിന് ആരാധകർ വിജയമുറപ്പിച്ച മട്ടിലായിരുന്നു ആഘോഷം പോലും നടത്തിയത്. എന്നാൽ ഇവരുടെ പ്രതീക്ഷകൾക്കെല്ലാം തന്നെ ബലം നൽകി 10-ാം മിനിറ്റിൽ മെസ്സിയുടെ ആദ്യ പെനാൽറ്റി ഗോളും ലഭിച്ചു. പിന്നീടും ഗോളെന്നുറപ്പിച്ച ഒട്ടനവധി അവസരങ്ങൾ വന്നു ചേർന്നു. എന്നാൽ പലപ്പോഴും ഓഫ് സൈഡും സൗദി പ്രതിരോധവും വില്ലനായി തീർന്നു. എന്നാൽ ഒടുവിലോ രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ അർജന്റീനയുടെ ഹൃദയം തുളച്ചുകൊണ്ട് 2 ഗോളുകൾ തുരുതുര അവരുടെ വലയിൽ വീണു. തിരിച്ചടിക്കാനുള്ള ശ്രമം മെസ്സിപ്പട തുടർന്നെങ്കിലും ഒന്നും ലക്ഷ്യത്തിലെത്തിയതെന്നല്ല. സൗദിയുടെ പ്രതിരോധ നിര ശക്തമായി തന്നെ എതിർക്കുകയായിരുന്നു. അവസാനം ഫൈനൽ വിസിൽ മുഴങ്ങിയതോടെ അനിവാര്യമായ ആദ്യ തോൽവിയുടെ യാഥാർത്ഥ്യത്തിലേക്ക് അർജന്റീനൻ താരങ്ങളും ആരാധകരും കടന്നു. അങ്ങനെ ഗ്യാലറിയിൽ നിശബ്ദത മാത്രം. മറുവശത്ത് സൗദിയാകട്ടെ അട്ടിമറി വിജയത്തിന്റെ ആഹ്ലാദ തിമിർപ്പിലായിരുന്നു. അങ്ങനെ വീണുകിട്ടിയ ഭാഗ്യമൊന്നുമല്ല ഇത്. 100% പൊരുതി നേടിയ വിജയം തന്നെയെന്ന് അടിയുറച്ചു പറയുന്ന ഒരു വിജയമായിരുന്നു സൗദിയുടെ വിജയം. ആദ്യ മത്സരത്തിൽ തന്നെ കരുത്തരായ അർജന്റീനയെ തകർത്തത് സൗദിയിലെങ്ങും വലിയ ആഘോഷങ്ങൾക്ക് ഇടയാക്കി. അപ്പോൾ രാജകുടുംബം ബുധനാഴ്ച പൊതു അവധി പ്രഖ്യാപിക്കുകയും ചെയ്തു. എല്ലാ പൊതു സ്വകാര്യ ജീവനക്കാർക്കും ഇന്ന് അവധിയായിരിക്കുമെന്ന് സൗദി ഭരണാധികാരി സൽമാൻ രാജാവ് അറിയിച്ചതായി സ്റ്റേറ്റ് മീഡിയയാണ് റിപ്പോർട്ട് ചെയ്തത്. സ്കൂളുകളും അടഞ്ഞു തന്നെ കിടക്കുന്നു. ഗൾഫ് രാജ്യങ്ങളിലെ അവസാന പരീക്ഷകൾ നടക്കാനിരിക്കെയാണ് ഈ ഒരു പൊതു അവധി പ്രഖ്യാപനം എന്നതും ശ്രദ്ധിച്ചുകൊള്ളുക. ഇതോടെ പരീക്ഷകൾ മാറ്റിവെക്കേണ്ടി വരുമെങ്കിലും ടീമിന്റെ വിജയം ആഘോഷിക്കാൻ വിദ്യാർത്ഥികൾക്കും അധികൃതർ അവസരം ഒരുക്കുകയാണ് ചെയ്തത്. ഇതുകൂടാതെ ചില സൗജന്യങ്ങൾ സൗദി അറേബ്യൻ ഭരണകൂടം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ചൊവ്വാഴ്ച റിയാദ് നഗരത്തിലെ പ്രധാന തീം പാർക്കുകളിലും വിനോദ കേന്ദ്രങ്ങളിലും പ്രവേശന ഫീസ് ഒഴിവാക്കുമെന്ന് റോയൽ കോർട്ടിലെ ഉപദേശകരും സൗദി അറേബ്യയുടെ ജനറൽ എന്റർടൈൻമെന്റ് അതോറിറ്റി തലവനുമായ തുർക്കി അൽ ഷെയ്ഖ് ട്വിറ്ററിലൂടെ അറിയിക്കുകയുണ്ടായി. ഇതോടൊപ്പം തന്നെയാണ് ടീം അംഗങ്ങൾക്ക് രാജകുടുംബം റോൾസ് റോയ്സ് കാർ നൽകുമെന്ന റിപ്പോർട്ടുകളും പുറത്തുവരാൻ തുടങ്ങിയത്. ചില ട്വിറ്റർ ഹാൻഡിലുകളിലൂടെയാണ് ഇത്തരം പ്രചാരണം പുറത്തു വന്നിരിക്കുന്നത്. ലോകകപ്പിലെ അഭിമാന താരങ്ങൾക്ക് സൗദി ഭരണകൂടം നേരത്തെയും ഇത്തരം സമ്മാനങ്ങൾ നൽകിയിട്ടുണ്ടെന്നതിനാൽ തന്നെ അർജന്റീനയെ തോൽപ്പിച്ച താരങ്ങൾക്കും റോൾസ് റോയ്സ് ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 1994 ലോകകപ്പിനെത്തുമ്പോൾ ആ ടൂർണമെന്റിലെ തന്നെ ഏറ്റവും ദുർബലരായ ടീമായിരുന്നു സൗദി അറേബ്യ. എന്നാൽ പ്രമുഖരെ അട്ടിമറിച്ചുകൊണ്ട് അന്ന് 2ാം റൗണ്ടിലേക്ക് കടക്കാൻ ടീമിന് സാധിക്കുകയും ചെയ്തു. ആ ടൂർണമെന്റിൽ ബെൽജിയത്തിനെതിരെ അവർ നടത്തിയ ഒരു ഗോൾ ദീർഘകാലം രാജ്യത്തിന്റെ എക്കാലത്തെ മികച്ച ഗോളുകളിലൊന്നായിട്ടായിരുന്നു കണക്കാക്കപ്പെട്ടിരുന്നത് പോലും. അങ്ങനെ 70 വാര അകലെയിൽ നിന്നും പന്തുമായി ബെൽജിയൻ പ്രതിരോധ നിരയെ മറികടന്നുകൊണ്ടുള്ള മാന്ത്രിക ഓട്ടത്തിനൊടുവിലായിരുന്നു സ്ട്രൈക്കർ സയ്യിദ് അൽ ഒവൈറാൻ അത്ഭുത ഗോൾ നേടിയെടുത്തത്. മത്സരത്തിന് ശേഷം നാട്ടിലേക്ക് തിരിച്ചെത്തിയ അൽ ഒവൈറിന് റോൾസ് റോയ്സ് കാറുകൾ നൽകിക്കൊണ്ടായിരുന്നു രാജ്യം സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെയാണ് അർജന്റീനയ്ക്കെതിരെ ഗോൾ നേടിയ അൽ ദൗസറിനും അൽ ഷഹ്രിക്കും ഇത്തരമൊരു സമ്മാനം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നത്. ടീമിലെ മറ്റു താരങ്ങൾക്കും വലിയ സമ്മാനങ്ങൾ ലഭിച്ചേക്കുമെന്ന റിപ്പോർട്ടുകളും ഇതിനോടകം തന്നെ വന്നു. സൗദി അറേബ്യ കാത്തിരിക്കുകയാണ് തങ്ങളുടെ അഭിമാന താരങ്ങളെ വരവേൽക്കാൻ വേണ്ടിയിട്ട്. ഇത് തികച്ചും അട്ടിമറി വിജയം തന്നെയാണ്. ആദ്യ മത്സരത്തിൽ തന്നെ അർജന്റീനയെ തോൽപ്പിച്ച സൗദി ഒരു കിടിലൻ സർപ്രൈസ് തന്നെയാണ് ഏവർക്കും നൽകിയത്. അതിനു പകരം സൗദി അറേബ്യ നൽകുന്ന സർപ്രൈസുകൾ ഇനി കാണാൻ പോകുന്നതേ ഉള്ളൂ. സൽമാൻ രാജാവിന്റെയും പ്രധാനമന്ത്രിയും രാജകുമാരനുമായ ബിൻ സൽമാന്റെയും അത്യുഗ്രൻ പ്രഖ്യാപനങ്ങൾ ഇനി വരാൻ പോകുന്നതേ ഉള്ളൂ. എല്ലാം കാത്തിരുന്ന് തന്നെ കാണാം. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.